ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് കളിച്ച് വൈറലായ ഒരാളാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ് ശ്രീകോഷ്. ഹായ്. ശ്രീകോഷ് ശരിക്കും സ്ഥലം എവിടെയാണ്? കൊല്ലം. കൊല്ലം. എത്ര നാളായി ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിലേക്കൊക്കെ വന്നിട്ട്? 2 വർഷമാവുന്നേ ഉള്ളൂ. 2 വർഷമാകുന്നു. എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് കിട്ടിയത്, അല്ലെങ്കിൽ അത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? കണ്ടന്റ് അല്ല, പാട്ട് കേൾക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പം അത് എവിടാന്നൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പം ആൾക്കാർക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് സ്റ്റേജിൽ അല്ല ഇന്നടുത്തേ കളിക്കാവൂ എന്നൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പാട്ട് കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിൽ വരുന്നൊരു സാധനം അത് എവിടാന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഉത്സവങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗാനമേളകളിലോ തുള്ളാത്തവരായിട്ട് ആരും കാണത്തില്ല, ഡാൻസ് കളിക്കാത്തവരാരും കാണത്തില്ല. പക്ഷെ അത് ഇപ്പോഴും നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആ മൊമെൻറ്റിൻ്റെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു കണ്ടൻ്റ് ആക്കാമെന്നും അത് ഭയങ്കര രസകരമായി ഡാൻസ്. അപ്പോൾ ഇത് കണ്ടന്റ് ആക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് കൃത്യമായി പ്ലാൻ ചെയ്യണം. ഈ ഡാൻസ് സ്റ്റെപ്പുകൾ മറ്റേ തുള്ളുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പാട്ട് കേട്ട് ഓളം വെക്കുക എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഏത് സ്റ്റെപ്പ് ഇട്ടാലും കുഴപ്പമില്ല, ഓളത്തിനനുസരിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ഒരു ഡാൻസ് ആയിട്ട് ഒരു കണ്ടന്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് സ്റ്റെപ്പുകൾ വേണം. ഈ സ്റ്റെപ്പ് അടുത്ത് അതിന് ഒരു കൊറിയോഗ്രഫി ഉണ്ടായിരിക്കുമല്ലോ. അതപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യും? അപ്പോൾ ഇന്ന് ഇവിടെ ഉത്സവത്തിന് പോകുന്നുണ്ട്, അപ്പോൾ ഇന്ന് ഈ പാട്ടിൽ നമുക്ക് ഡാൻസ് കളിച്ചേക്കാം, ഇത് പ്ലാൻ ചെയ്യാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. പൊതുവേ ബേസിക്കലി കുറെ പാട്ടുകൾ അവർ കാണുമല്ലോ. ഇപ്പം വേൽമുരുക എന്ന് പറയുന്ന ഒരു പാട്ടില്ലാത്ത ഒരു ഗാനമേള ഇല്ല. എനിക്ക് വന്ന് 10-13 വർഷമായിട്ട് ഈ പാട്ട് തന്നെ സ്ഥിരമുള്ളത്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. മ്യൂസിക് കേൾക്കുക, നമുക്ക് ആപ്റ്റാളോട്ടോ പാട്ടാണെങ്കിൽ കളിക്കുക, സ്റ്റെപ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അല്ലാതെ ഇവിടെ പോയി പഠിച്ചിട്ടൊന്നുമില്ല, ക്ലാസ്സിലൊന്നും പോയിട്ടില്ല, ടി വിയിൽ കണ്ടു അങ്ങ് ചെയ്യും, സ്വന്തമായിട്ട് ചെയ്യും. അല്ലാതെ ഇന്ന ഒരു പ്ലാനിങ് ഒന്നുമില്ല. എന്തപ്പോൾ തോന്നും അപ്പോൾ ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ എന്താണെങ്കിലും. അപ്പം പക്ഷേ അതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പകുതി കൂടുതൽ ആൾക്കാരും ഫേസ്ലെസ്, മുഖമില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പം ഈ പരാതി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പറയാൻ അതേയുള്ളൂ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പം അതിനകത്ത് ഇഷ്ടംപോലെ നെഗറ്റീവ് സാധനങ്ങളുണ്ട്. അപ്പം ഇത് നമുക്കിപ്പം ഒരാൾ എന്ന് പറയാം നിൻ്റെ ഡാൻസ് മോശമാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ ബ്രോ, ഞാൻ അടുത്ത തവണ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അത് ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മറ്റേ ദ്വിമുദ്രയല്ല ഏകമുദ്രയാണെന്ന് പറയുന്നത് പോലെ ഇത് മാറ്റി നമുക്ക് പഠിക്കാം. പക്ഷേ ഒരാൾ നമ്മുടെ രൂപത്തെക്കുറിച്ചോ കളറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന കണ്ടന്റ് മറ്റേ മോശമായി ചിത്രീകരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീലാവും, ഹേർട്ടഡ് ആവും. എല്ലാ മനുഷ്യന്മാരുടെ ഇമോഷൻസ് ഉണ്ട് നല്ലപോലെ. അപ്പം അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത്? അങ്ങനെ വരാറുണ്ടോ? അതേ ഉള്ളു. ഞാൻ സംഭവം ഒരു 100 കമൻറ്റ് വന്നാൽ ഒരു 10 നെഗറ്റീവ് മതി. 10 വേണ്ട, ഒരു നെഗറ്റീവ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അത് റിയാക്ട് ചെയ്യുന്നത്. ചിലരത് എൻ്റെ അടുത്ത് പറയും അത് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയും. പക്ഷേ എനിക്കെന്തോ തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് ഒരു ഉറക്കം വരത്തില്ല. കാര്യം നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു ശല്യത്തിനും പോകുന്നില്ല. കുറച്ച് നേരം സന്തോഷിക്കാൻ പറ്റുന്നവർ സന്തോഷിക്കുന്നു, അത് കണ്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതലും പേർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് അവർ ഞാൻ ഇൻബോക്സ് ചെയ്തിട്ട് ഇങ്ങനെ മെസ്സേജ് എന്താ ബ്രോ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ബ്രോ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കും കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഡാൻസ് അറിയാം, പക്ഷെ ആൾക്കാരെന്ത് വിചാരിക്കും, ഇതാണ് എല്ലാവരും പ്രശ്നം. ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ ഓപ്പൺലി പറയുന്നവരും ഉണ്ടല്ലേ. ഒരു 100 നെഗറ്റീവ് വരുമ്പം ഈ 90% ആൾക്കാർക്ക് ഇതാണ് പ്രശ്നം. അല്ല, ഈ നെഗറ്റീവ് പറയുന്നവർ ഇപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന പെൺകുട്ടികളാണെങ്കിൽ കമൻറ്റിൽ വന്ന് തെറി വിളിച്ചിട്ട് ഇൻബോക്സിൽ വന്ന് സൊള്ളാൻ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മെയിൽ ആയിട്ട് പോലും നിങ്ങളുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇത് വന്ന് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാൻ അങ്ങനെ ആൾക്കാരുണ്ടെന്ന് ആദ്യം. അത് കൂടുതലും വരാൻ കാര്യം അവർക്ക് ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല. ചിലപ്പം അവരെ ഫ്രണ്ട്സും ആരെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യും. ഇവർക്ക് അത് പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് മെയിൻ. സത്യം അതാണ്, പറ്റുന്നില്ല ഇവർക്ക്. അതാണ് ഈ ഫേക്ക് ഐ ഡി എന്ന് വന്നും കുറേയൊക്കെ പറയുന്നത്. അസൂയാണ്. പിന്നെ കമൻസ് കൂടുതൽ നോക്കിയാൽ ലേഡീസാണ്. ഈ ലേഡീസ് ഇങ്ങനെ കമൻസ് സ്ഥിരമായിട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ 10 കമൻറ്റ് ലേഡീസിനെ ആണെങ്കിൽ നമ്മളൊരു 2 ജെൻസ് ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ഇടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവൻ പറയാം നീ പെണ്ണുങ്ങൾക്ക് മാത്രമേ റിപ്ലൈ കൊടുക്കത്തുള്ളൂ.
അങ്ങനൊന്നുമില്ല. അപ്പം അതൊരു അസൂയാണ്. പെണ്ണുങ്ങളെല്ലാം അവന്റെ എന്ത് കണ്ടിട്ടാടാന്നൊക്കെ. ഇങ്ങനെ ആരെങ്കിലും ഡയറക്ട്ലി ഫേസ് ടു ഫേസ് പറഞ്ഞിട്ടുണ്ടോ? ബസ് കമന്റ്സ് അല്ലാതെ അല്ലെങ്കിൽ DMs അല്ലാതെ ആരെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒരാളെ തപ്പിയെടുത്ത് ഒരു ദിവസം ചോദിച്ചായിരുന്നു. എന്നിട്ട് അല്ല, പക്ഷെ നേരിട്ട് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയത്തില്ല. അവര് പറയാനുള്ള ഒരു ഈ കമന്റ് വന്ന ആളെ തപ്പിപ്പിടിച്ചു പോയി ആളെ കിട്ടിയായിരുന്നു ഒരു. അതെന്താ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. എനിക്ക് അത് ഒരു പ്രത്യേക ഒരു ക്രേസ് ആയി. ഫേക്ക് ഐഡി ആരാന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. കാര്യം വേറെ ഒന്നും എന്താണ് ഇവര്, കാര്യം എല്ലാവരും പറയാം നിനക്ക് വേറെ പണിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്ന പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്തും ചെയ്യാം, ഞാൻ അങ്ങനെ ഈ ലോകത്ത് എന്തും നമുക്ക് ചെയ്യാം, ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഡാൻസോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട്. അപ്പോൾ അവർ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം അവർ പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് പുള്ളിക്കാരനുമായിട്ട് നല്ല റിലേഷനായിട്ടുള്ള ഒരു പുള്ളിക്കാരി എനിക്ക് സ്ഥിരമായിട്ട് കമന്റ് ഇടാറുണ്ട്. ആ പുള്ളിക്കാരൻ ഈഗോ അടിച്ച് സിമ്പിളായിട്ട്. അത് ആ പുള്ളിക്കാരി എടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ചെന്ന് ഓപ്പൺ ആയിട്ട് അങ്ങ് ചോദിച്ചു ഒരു ദിവസം. കണ്ടുപിടിച്ച് ഞാൻ ഓപ്പൺ ആയിട്ട് ഈ കാര്യം നാട്ടുകാരനാണോ അതോ അല്ല വേറെ സ്ഥലത്ത് അറിയാവുന്നതാണ്. ഈ പുള്ളിക്കാരി എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ പുള്ളിക്കാരി സ്ഥിരമായിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ അത് ബുദ്ധിമുട്ട്. നീ ഇപ്പൊ നോക്കിയാലും എന്തിനാണ് അവന്റെ അതിനകത്ത് പോയി കമന്റ് ഇടുന്നത്? ആൾക്കാർ പല വിധമാണ്. അപ്പൊ പ്രശ്നം കണ്ട അയാൾക്കല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കമന്റ് ഇട്ടതിന്റെ പേരിലാണ് അതൊരു അസൂയ എന്നൊക്കെ വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷേ ഞാൻ പറയാറുണ്ട്, അല്ലാതെ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഇന്നൊരു ഓരോ മനുഷ്യരെ ഞാൻ ഫ്രണ്ടിലൊന്നും പോയി കളിക്കാറില്ല ആൾക്കാരെ. അതായത് ഇപ്പോൾ ഒരു സ്റ്റേജിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ മുമ്പിൽ പോയി കളിക്കാറില്ല, മാറിപ്പോയി കളിക്കാറുള്ളൂ. അപ്പോൾ അല്ലാതൊന്നും അങ്ങനെയുള്ള ആരെയും ഇന്നൊരു ഒരാൾ നെഗറ്റീവ് പറയേണ്ട കാര്യം ഇല്ല. അതിൽ ആരെ ബുദ്ധിമുട്ടി ഞാൻ അതാണ് നോക്കി. ഇപ്പോൾ പോലീസുകാരുടെ മുമ്പിലായാലും ശരി, അവർ ഡ്യൂട്ടിയാണ്, അവരും മനുഷ്യരല്ലേ, മനസ്സിലായി അല്ലേ? അവർ ശരിക്കും എൻ്റെ അടുത്ത് എത്ര പോലീസുകാർ പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഈ ജോലി സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു രസം, അടിയും വഴക്കുമില്ല. ഇത്രയും വർഷമായിട്ട് നമ്മൾ പൊതുവേ ഗാനമേളയ്ക്ക് അടി ഉത്സവത്തിന് അടിയാണല്ലോ മസ്റ്റാണ്. അപ്പൊ പണ്ട് പോലീസുകാർ ആദ്യമേ എൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുഴപ്പമില്ല. അപ്പോൾ നാട്ടുകാർക്ക് പറയാം ഇന്ന് അമ്പലത്തിൽ ഉത്സവമുണ്ട്, ഇന്ന് ശ്രീകോവിലിന്റെ വക പരിപാടികൾ കാണും എന്ന് നാട്ടുകാരുടെ സംസാര വിഷയമുണ്ടോ? ഉണ്ട്. വരുമോ എന്നൊക്കെ ചോദിക്കും. ബ്രോ ഇന്ന് വരത്തില്ലേ, എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. ഇപ്പം ഈ പറയുന്ന ഡാൻസ് അല്ലെങ്കിൽ പാട്ട്, മേജർലി ഡാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് കണ്ടന്റ് ആക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തുള്ള ജിസൺ ആണെങ്കിലും, ജിസൺ സാവോ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നതാണ്. അതുപോലെ അബി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഇവർ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ബ്രോ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമോ ചോദിച്ചിട്ട് അവരുടെ കൂടെ കണ്ടന്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്നത് അത് നമ്മളൊരു കാര്യം ഒരു കൊറിയോഗ്രഫി പ്ലാൻ ചെയ്ത് അവരെ പഠിപ്പിച്ച്, അവർ ഡാൻസേഴ്സ് അല്ലായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവരെ കൊണ്ട് ഡാൻസ് പഠിപ്പിച്ച് ചെയ്യാണ്. പക്ഷെ ശ്രീയുടെ കാര്യം വരുമ്പോൾ ശ്രീകോപന് ഒരു ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ കേൾക്കുന്ന ഒരു പാട്ടിന് വേണ്ടി ഒരു കണ്ടന്റ് ആ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ആ ഓൺ ദ സ്പോട്ട് വരുന്ന സംഭവം വെച്ച് കണ്ടന്റ് ചെയ്യുന്നു. പക്ഷെ ഇതിലെപ്പോഴും കൂടെ ഒരാൾ വേണം. ഈ ജിസന്റെ ബാക്കിയുള്ളവരുടെ എല്ലാ ഡാൻസിന്റെ സംഭവം ബാക്കിയുള്ളവർക്ക് വ്ളോഗ് ചെയ്യാനാണെങ്കിൽ അവർക്ക് അത് തന്നെ ചെയ്യാം. ഇപ്പൊ ജിസന് ഒരിക്കലും ഒരാളുടെ സഹായം ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ പറയുന്ന പോലെ ഇതൊരു ഫുൾ ടൈം എൻ്റെ ഒരു ജോബായിട്ട് എടുക്കണമെങ്കിൽ, നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കണമെങ്കിൽ അത്യാവശ്യം ആ ആളിനെയും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാലേ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക? അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ ടീമുണ്ടോ കൂടെ? ടീം ഇത് ആക്ച്വലി ജോലി കഴിഞ്ഞിട്ട് ഉള്ള ഒഴിവ് സമയങ്ങളിലാണ് നമ്മളിത് ചെയ്യുന്നത്, അല്ലാതെ ഇതായിട്ട് അല്ല. ഇത് എൻ്റെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി ചെയ്യുന്നതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ അവിടെ നിൽക്കുന്ന ആൾക്കാർ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത്. വേറെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് അയച്ചു ഒരുവിധം. ഇപ്പം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് എന്തായാലും ഇന്ന് ഇവിടെ എന്തായാലും ഡാൻസ് ഉണ്ടല്ലോ, പ്രോഗ്രാമായിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. സ്റ്റേജിലല്ലാതെ വെളിയിൽ പരിപാടിക്ക് വേണ്ടി വിളിക്കാറുണ്ട്. പുതിയ പരിപാടിയുണ്ട്, അത് പുതിയ നമ്മളത് പേയ്മെന്റ് തന്നിട്ട് അവര് വിളിക്കും. ഇപ്പം 1-2 സ്ഥലങ്ങൾ, പാലക്കാട് ഇപ്പം ഫെബ്രുവരി 12 കണ്ണൂരൊക്കെ പ്രോഗ്രാം ഉണ്ട്. അടിപൊളി. ഉത്സവത്തിന് വെളിയിൽ കളിക്കുക. നമ്മള് നോർമലി കളിക്കുന്ന പോലെ റോഡിൽ കളിക്കുക, ഗാനമേളയ്ക്ക് കളിക്കുക. അതൊരു പ്രോഗ്രാമായിട്ട് അല്ല അപ്പൊ അത് അപ്പൊ നിങ്ങൾ പറയാം പാലക്കാട് ഇന്ന അമ്പലത്തിന്റെ ഉത്സവത്തിന് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും കണ്ടിടുക. അപ്പൊ ആ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഒരു പ്രൊമോഷൻ പോലെ. ഓ അടിപൊളി. അതൊരു പുതിയ സംഭവമാണ്. പുതിയൊരു ആനയൊക്കെ എഴുന്നള്ളിക്കുന്ന പോലെ. അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് പറയല്ലോ, ഈ പറയുന്ന
കണ്ടന്റ് നമുക്ക് എന്തും ഈ നേരത്തെ കോപം പറഞ്ഞ പോലെ തന്നെ ശ്രീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ കണ്ടന്റ് ആക്കുക നമ്മുടെ ഐഡിയ ആണ്. അപ്പം ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് കണ്ടിന്യൂസ്ലി ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് വൈറലാകുമ്പോൾ അല്ലെങ്കിൽ അത് നല്ല വ്യൂസ് എത്തുമ്പോഴാണ്. ആ വീഡിയോ ഏതായിരുന്നു? അപ്പം എങ്ങനെ എന്ന് മുതലാണ് ഇത് കണ്ടിന്യൂസ് നമുക്ക് വീഡിയോ ഇടണം? 2 ഒന്ന് ഈ പോലീസുകാരെ മുമ്പിൽ ഡാൻസ് കളിക്കുന്ന സാധനം, അതൊന്ന്, പിന്നെ ഈ മതിലിന്റെ മുകളിൽ ഉള്ള സാധനം. ഇത് രണ്ടുമാണ് മെയിനായിട്ട്. അപ്പം ആൾക്കാർ അതിലാണ് കൂടുതലും ഈ ഫോളോവേഴ്സും ഇതൊക്കെ ഇങ്ങനെ കയറിയത്. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. അങ്ങനെ അന്നേരം എന്ത് തോന്നുന്നു അറിയില്ല. ചിലപ്പം ഈ ആന വന്നു ആനയുടെ മേളിൽ കയറണോ തോന്നിയാൽ അത് അപ്പം എന്ത് തോന്നുന്നു അതാണ് ചെയ്യാം. അപ്പം ആക്ച്വലി ശ്രീ എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതുകൂടെ ഒന്ന് പറയും. ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യണം. മെഡിക്കൽ 9 വർഷത്തോളമായി. മെഡിക്കൽ ബയോളജിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. ഓക്കെ. കൊല്ലത്ത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, വൈഫ്, മോള്, ചേട്ടൻ്റെ വൈഫ്, കുഞ്ഞ്. വീട്ടുകാർ ഫാമിലി ഒക്കെ സപ്പോർട്ടാണ്. ഇപ്പം ബേസിക് സാധനം ഉണ്ടല്ലോ. അപ്പം ഇപ്പം ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും? മറ്റേ ശ്രീ എന്ത് ആ അമ്പലത്തിൽ ഉത്സവത്തിൽ ഡാൻസ് കളിക്കാൻ പോയിരിക്കും, അത് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫ്രണ്ട്സ് അവരുടെ സപ്പോർട്ട്? അത് പൊതുവേ ഉത്സവ പറമ്പിൽ കിടന്ന് ഒരുത്തൻ ഡാൻസ് കളിക്കാന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർക്ക് എന്താ തോന്നുന്നത്? വെള്ളം അടിച്ച് ഇപ്പം വെള്ളമല്ല, ഇപ്പൊ വരുന്ന കമന്റ് മൊത്തം ഞാനത് അങ്ങനെ ചോദിച്ചത്. കഞ്ചാവ്, സിറിഞ്ചോ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പോലും. പുതിയ ഐറ്റങ്ങൾ അങ്ങ് പറയാം, എല്ലാം നമ്മളെ പേരിലുണ്ട്, അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു, പക്ഷെ വീട്ടുകാർക്ക് അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണെന്ന്, നാട്ടുകാർക്കും അറിയാം എങ്ങനെയാണ്. അപ്പം ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് പറയാനല്ലേ പറ്റും. അഥവാ ഇനി യൂസ് ചെയ്യാന്ന് വെച്ചോ, യൂസ് ചെയ്യുന്നില്ല, നമുക്കൊരു കോൺഫിഡൻസ്, ഒരു മതിലിന്റെ മേളിൽ നിനക്ക് വീഴാതെ കളിക്കണമെങ്കിൽ ബോധമുള്ളവനെ അത് പറ്റും. അത് അതിനെക്കാട്ടിലുപരി ഒരു പോലീസിന്റെ ഫ്രണ്ട് ഡാൻസ് കളിക്കുന്ന പോലീസുകാർക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതെ. നമ്മളിപ്പോ ഓഫ് ക്യാമറ ഷൂട്ടിന് മുമ്പ് പറഞ്ഞിരുന്നു, അത് പോലീസുകാരും പറയാറുണ്ട്. അവരും ഇപ്പൊ ഷൂട്ടിന് ഇപ്പോഴും പറഞ്ഞല്ലോ, അത് പോലീസുകാർ തന്നെ പറയുന്നുണ്ടല്ലോ, രസമായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാലോ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ അത് ചെയ്യാണ്. ഇന്ന് വരെ ഓരോ ഉത്സവ പറമ്പിലും ഞാൻ അടി ഉണ്ടാക്കിയിട്ടില്ല. ഒരു എത്ര ഉത്സവത്തിന് പോയിട്ട് നമ്മൾ കൈയും കണക്കും കാണത്തില്ല. ചിലപ്പോൾ ഈ ആനകളെ കാട്ടിയും പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ഉത്സവത്തിന് നമ്മൾ പോകാറുണ്ട്, ഒരുവിധം എല്ലാ ഉത്സവത്തിനും പോകും. ഇന്നുവരെ ഒരു അടിയും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നമുക്കറിയാം അവിടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം. ആ ഹാൻഡിൽ ചെയ്യണം നമുക്ക് ബോധം വേണ്ടേ. അപ്പൊ ഈ പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റുകയില്ല. അപ്പൊ വീട്ടുകാർ നോക്കാൻ നേരത്ത് 2 കാര്യങ്ങളാണ് വീട്ടുകാർ നോക്കുന്നത്. ഒന്ന്, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അവൻ നേരെ പോയി തിരിച്ചു വരുന്നു. പക്ഷെ നാട്ടില് പോകുന്ന ഉത്സവത്തിന് എല്ലാ അടി നടക്കുന്നുണ്ട്. കുത്തിക്കൊല്ലുന്നില്ലേ ആൾക്കാരെ, ഇല്ലേ, വെട്ടിക്കൊല്ലുന്നുണ്ട്, മാല പൊട്ടിക്കുന്നുണ്ട്, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി, എല്ലാം നടക്കുന്നുണ്ട്. നമ്മളൊരു ശല്യത്തിനും പോകുന്നില്ല. അപ്പം പൊതുവെ അങ്ങനെ ഒരു സംസാരം ആദ്യമേ ഒന്നും ഇല്ല കേട്ടോ. ആദ്യമേ പോലീസുകാർക്ക് എന്നോട് ബുദ്ധിമുട്ട്, എന്നെ തൂക്കാൻ വേണ്ടി വന്ന് നിൽക്കുമായിരുന്നു. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ വന്ന് ഡാൻസ് കളിച്ചാൽ എവിടെ ആരെങ്കിലും തട്ടി അവിടെ അടിയായി, ഇതാണല്ലോ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ. അല്ലെങ്കിൽ 2 അടിച്ചിട്ട് വരുന്നവനായിരിക്കും, ഇനി അവൻ ആരുടെ മറ്റേ തോട്ടിക്ക് പോകും, അത് അടി നടക്കാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്ന, അത് അവരുടെ അവരെ കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ കുറെ തവണ ഇങ്ങനെ ആദ്യമേ എന്നെ ഇങ്ങനെ ഇവർ പറയുമായിരുന്ന, ഇന്ന് പിടിക്കുമെന്ന് തന്നെ പറഞ്ഞു വന്ന് നിന്നിട്ടുണ്ട്. സീരിയസ്ലി ഇന്ന് നിന്നെ തൂക്കുമെന്ന് പറഞ്ഞു തന്നെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചലഞ്ചായിട്ട് എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പോലീസിന്റെ അടുത്ത് വന്ന് കളിക്കും. പോലീസിന്റെ അടുത്ത് വന്ന് കളിച്ച ഗുണം 2 അറിയോ, വേറെ വള്ളി വരത്തില്ല. യെസ്, വേറെ വള്ളി വരുത്തുമല്ല, അടി നടക്കുന്നവർ കറക്റ്റായിട്ട് കാണാം. അങ്ങനെ ഒരു തവണ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെ അടി കിടക്കുന്നു. ഇവരെന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ചോദിക്കുന്നത് അങ്ങോട്ട് പോകുന്നില്ലേ, ഞാൻ പറഞ്ഞു അങ്ങോട്ട് എന്നെ തൂക്കണല്ലേ. അപ്പൊ അവര് നീ ഭയങ്കര സംഭവം തന്നെ. അപ്പൊ അവർക്ക് മനസ്സിലായി നമ്മൾ കണ്ണിങ് ആയിട്ട് നിൽക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ ഒരു ശല്യമില്ല. അതുകൊണ്ട് അവരെല്ലാം നമ്മളെ വളരെ വേറെ എന്തെങ്കിലും ഒരു ഇപ്പൊ ഹെൽമെറ്റ് ചെക്കിങ്ങിന് പിടിച്ചാൽ തന്നെ നമ്മളവിടെ എന്തുവാണ് ആ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നല്ല ടൈപ്പാണ് പോലീസുകാരോട്ട്. നമുക്ക് കുറെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഉണ്ടാകും. ഞങ്ങൾ ഈ ഡ്യൂട്ടി സമയത്ത് നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അടിയും മഴകൂല നമ്മളും സപ്പോർട്ടാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം നമ്മളിപ്പം എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോഴത്തെ സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മളെ ചുമ്മാ തെറി വിളിക്കുക, നീ അത് ചെയ്തോളൂ, നീ എന്താ വലിയ സൂപ്പറാണോ, നീ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള 1 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ വന്ന് ശ്രീയുടെ കൂടെ സെൽഫി എടുക്കുന്നത് കണ്ടാൽ അത് കാണുമ്പോൾ തന്നെ കുരു പൊട്ടുന്ന ആൾക്കാർ ഉള്ള സമയമാണ്. അപ്പോൾ ഇവർ കൂടുതലാണ്, ഒത്തിരി പേരുണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഭയങ്കര സ്നേഹമായിട്ട് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പം ശ്രീയുടെ ഒരു ഐഡിയയിൽ എന്താണ് ഈ പറഞ്ഞ
നമ്മൾക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് ഇത്ര നെഗറ്റീവ് കൂടുതലാവുന്നത്? നല്ലതല്ല, ഓക്കെ കാണണ്ട പൊക്കോളൂ എന്ന് ചിന്തിക്കല്ലോ. എന്തിന് ഇത് വീഡിയോ മൊത്തം കണ്ടിട്ട് പോലും കാണില്ല, എല്ലാവരും ലൈക്ക് ചെയ്യുന്ന വീഡിയോ ഭയങ്കര രസകരമായിട്ട് ചെയ്യുന്നു, അന്ന് 2 തെറി വിളിച്ചിട്ട് പോവാം. ഇത് എന്തുകൊണ്ടാണെന്നാ ശ്രീ വിചാരിക്കുന്നത്? ഞാനിരുന്ന് ഇങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം, നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെക്കുക. ഇപ്പം ശരി, ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെക്കുക, അതായത് ഇന്ന ഒരാളെ ഇഷ്ടമല്ല, അത് ഞാൻ കമ്പയർ ചെയ്യുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തൂടെ നമുക്ക് നടന്നു പോകാന്ന് വെക്കുക. നടന്നു പോകുമ്പം അവിടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പൊട്ടി കിടക്കുക, വേസ്റ്റ്, ആ റോഡിൽ വേസ്റ്റ് കിടപ്പുണ്ട്, നമുക്ക് പോകാൻ വേറൊരു വഴിയുണ്ട്. അപ്പം നമ്മളൊരു ഫ്രണ്ട് അങ്ങോട്ട് പോകല്ലേ, അവിടെ നിനക്ക് പോയി കഴിഞ്ഞാൽ ഇതാവും വേസ്റ്റ്. അപ്പം അത് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇന്ന ആളെ വീഡിയോ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് വേറെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്, നമുക്ക് ജസ്റ്റ് ഇത്രേ ഉള്ളൂ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് ചെയ്യത്തില്ല. നമ്മൾ നേരെ ഇല്ല ഓടയ്ക്കകത്തോട്ട് അങ്ങോട്ട് ആ റോഡിൽ പോയിട്ട് നേരെ അതിനകത്തോട്ട് ഒരു ഒറ്റ ചാട്ടോ, എന്നിട്ട് ദേഹം മൊത്തം ഇതങ്ങാക്കും. അതായത് മറ്റേ വീഡിയോ ഫുള്ള് ഇരുന്ന് കാണും. എന്നിട്ട് വന്നിട്ട് പറയാം, അയ്യോ എന്തൊരു സ്മെല്ലാടാ ഇത്, എന്തൊരു വാടയാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് നെറ്റ് ഓടി. നമുക്ക് വേറെ വഴിയുണ്ടല്ലോ, നമുക്ക് സ്പീഡ് കളയാം. ഞാൻ അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നു. പക്ഷേ ഇത് ചെയ്യാതെ ഇത് മൊത്തം ഇരുന്ന് കണ്ട് നെഗറ്റീവ് അടിച്ചിട്ട് താഴെ വന്ന് കമന്റ് ആണ്. അതായത് ഓടയ്ക്കകത്ത് ചാടണം അവന്, വഴി നല്ല കിടപ്പുണ്ട്. അതായത് നമ്മൾ ചെയ്യാതെ അതെന്താന്ന് വെച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞത് കണക്കാണ്. ഇപ്പം സെൽഫി എടുക്കുക കാണുമ്പോൾ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, ഇവനെനിക്ക് എന്തിനാണ് സെൽഫി എടുക്കുന്നത്, ഇവൻ്റെ കൂടെ നിന്നുണ്ട്. എത്ര പേര് എൻ്റെ ഓപ്പൺ ആയിട്ട് അവിടെ നിന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ആരാന്ന് അവൻ്റെ. ഇപ്പം നമ്മൾ ഒന്നാലോചിച്ച് നോക്കി, ഇപ്പം ഈ പറയുന്ന ഒരിക്കലും ഇത് ചെയ്തു തുടങ്ങുമ്പോൾ ചിന്തിച്ചു പോലും കാണത്തില്ല, ഇത് വെച്ച് ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഇത്ര വ്യൂവർഷിപ്പ് വരും, ആൾക്കാർ കണ്ടാൽ ശ്രീനെ വിളിക്കും, തിരിച്ചറിയും. ഇതൊന്നും ആയിരിക്കത്തില്ല, എൻ്റെ ഊഹം കറക്റ്റാണെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല ശ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു സന്തോഷത്തിൽ ഒരു ഡാൻസ് കളിക്കാൻ അറിയാം. നമുക്ക് ചിലപ്പം ഇന്ന് എത്ര ലൈക്ക് കിട്ടി, 100 ലൈക്ക്, ആ 100 ലൈക്കിൽ സന്തോഷിച്ചിരുന്ന ഒരാളായിരിക്കും ശ്രീ. വൺസ് ഇതിനൊരു വ്യൂസ് കൂടിയതിന് ശേഷമായിരിക്കും ഇത് കണ്ടിന്യൂസ് ചെയ്യണം, വ്യൂവർഷിപ്പ് വരുന്നുണ്ട് എന്നൊരു പോയിന്റിലേക്ക് എത്തുക. പക്ഷേ അത് മനസ്സിലാക്കാതാണ് ഇവർ പറയുന്നത്. ഒരാൾ വന്ന് ഒരു സെൽഫി എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത് അത് അയാളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ശ്രീ എടുത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടെ, എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് തന്നെ വേറൊരാൾ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇത് പൊതുവേ ഇങ്ങനത്തെ സംഭവങ്ങൾ, നെഗറ്റിവിറ്റി, ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ യൂഷ്വലി എന്താണ് തോന്നാറെന്ന് ഞാൻ പറയാം, ഈ നെഗറ്റീവ് തോന്നുമ്പോൾ മെയിനായിട്ട് ഡാൻസ് കളിക്കുന്നതാണല്ലോ പ്രശ്നം. ഞാൻ ഡാൻസ് ആണല്ലോ കളിക്കുന്നത്. ഈ മറ്റുള്ളവർക്ക് പറ്റാത്തതുകൊണ്ട് ഇവർ സ്ഥിരമായിട്ട് പറയുന്നത് ഇത് ഷോ എന്നാണ് ഇവർ പറയുന്നത്. ഷോ. ഞാനപ്പോൾ തിരിച്ച് അവരോട് ചോദിക്കുന്നത്, നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കിയാൽ, ഒരു 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കിയാൽ, നമ്മളെ വീട്ടിൽ ഇവർ പാട്ട് കേൾക്കുമ്പോൾ ഇവർ ഡാൻസ് കളിക്കാറുണ്ട് ഇല്ലേ? അവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല, യൂട്യൂബ് ഇല്ല, സോഷ്യൽ മീഡിയ എന്താന്ന് പറയുക, ലൈക്ക് ഷെയർ ഇതൊന്നും അറിഞ്ഞൂടാ. മറ്റുള്ളവർ കണ്ടെന്ന് വരും. അവരെന്തുകൊണ്ടായിരിക്കും കളിക്കുന്നത്? പാട്ട് കേൾക്കുമ്പോൾ ഹോർമോൺ റിലീസ് ചെയ്തിട്ട് എൻജോയ് ചെയ്യണം. അവർ ഷോ കാണിക്കുവാണോ? ഇത് തന്നെ ഞാനും ചെയ്യുന്നത് അല്ലേ? ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഷോ ആവുന്നത്? അപ്പോൾ പിള്ളേർ ഷോ ആണോ? അല്ലേ? ഇനി ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അറിയാതെങ്കിലും പാട്ട് കേൾക്കും, മനസ്സിലെങ്കിലും അവർ ഡാൻസ് കളിക്കുന്നുണ്ടാവും അല്ലേ? അല്ല, ഈ പറയുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും ഗാനമേളയ്ക്കോ അമ്പലങ്ങളിലോ പള്ളികളിലോ പെരുന്നാളിലോ എപ്പോഴെങ്കിലും ഡാൻസ് കളിക്കാത്ത ഒരു മനുഷ്യൻ ഉണ്ടാകത്തില്ല. പക്ഷേ വെളിയിലോട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും? എനിക്ക് അതാണ് ബുദ്ധിമുട്ട്. എന്താണെന്നറിയോ, ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും പഠിക്കാൻ ഞാൻ ഇച്ചിരി മോശമാണ്. പക്ഷേ ടീച്ചർ പഠിപ്പിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഇത് എണീച്ച് വായിക്കാൻ പറയും, ഞാൻ ഫസ്റ്റ് എണീച്ചെന്ന് വായിക്കും. ഈ പഠിക്കാൻ അറിയുന്നവർ ചെയ്യാത്ത കാര്യം അവർക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല, ഈ പിള്ളേരെന്ത് വിചാരിക്കുന്നുള്ള. പാട്ടുപാടാൻ അറിയാവുന്ന പിള്ളേരുണ്ട് ക്ലാസ്സിൽ. ടീച്ചർ പറയണ്ടേ ആരെങ്കിലും എണീറ്റൊന്ന് പാട്ടുപാടും, എണീക്കത്തില്ല. എന്താ ഇവരെന്ത് വിചാരിക്കും? അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് എന്താണ് ലൈഫ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഈ സൂയിസൈഡ് ഇതൊക്കെ കൂടുന്നത്. അവരെന്ത് വിചാരിക്കണം, ഒന്നും ചെയ്യാതല്ലോ, അവിടെ പോകാൻ പറ്റത്തില്ല, ഇവിടെ പോകില്ല, വീട്ടിൽ നിന്ന് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇത്ര ഉള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് പേരോട് ചാറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന, ഞാൻ കറക്റ്റായിട്ട് പറയാം, എന്തെങ്കിലും വിഷമമുണ്ട് എന്നോട് പറയുന്ന പറയാം, ബ്രോയ്ക്ക് അതെങ്ങനെ മനസ്സിലായി? അപ്പം അതിൻ്റെ കമൻറ്റ് കാണുമ്പോൾ അറിയാം. അല്ലാതെ ഇതിനകത്തൊക്കെ വന്ന് ഇപ്പോൾ ഈ ഡാൻസിനകത്ത് വന്ന പാട്ട്, നല്ലൊരു പാട്ട്, ഇപ്പോൾ യേശുദാസ് പാടുന്നൊരു പാട്ട്, നല്ല മ്യൂസിക് എല്ലാം ആയിട്ടൊരു സാധനം, ഞാൻ കളിക്കുന്നത് അത്യാവശ്യം മോശമില്ലെന്ന് എനിക്ക് തോന്നുന്നു, അതിന് നീ നെഗറ്റീവ് ഇല്ല, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, അവർ കറക്റ്റായിട്ട് പറയും. പറ്റുന്നില്ല, ഇവർക്ക് ആർക്കും ഇത് പറ്റാത്തതുകൊണ്ട് വേണം, അല്ല വേറെ ഒന്നുമല്ല. അല്ല, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഉണ്ടോ? ഇഷ്ടം പോലെ. അത് ഈ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ നടുവിനൊക്കെ ഇതായിട്ട് ഇഞ്ചറി, അവർക്കൊന്നും പറ്റാത്ത, അവരൊക്കെ ഒരുപാട് അവർ പറയുന്നതാണ് ഒത്തിരി നാളിന് ശേഷം ഇങ്ങനെയൊക്കെ പറയാനുണ്ട്. ബ്രോ എനിക്ക് ഒരു 6 മാസം ഞാൻ ഇപ്പോഴാണൊന്ന്
ഇത് കണ്ടിട്ട് എന്താണ് ഇതൊക്കെയാണ് സന്തോഷമെന്ന്. അവർ വരുന്നത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്നാണ്. അതെല്ലാം എന്തിനാ ഈ പുറം രാജ്യത്ത് നിന്നിട്ട് ഭയങ്കര സംഭവമായിട്ട് ലക്ഷങ്ങൾ മുടക്കി വെളിയിൽ പോയിട്ട് ഈ ഇത് ആരും കൂടെ സഹകരിക്കാനൊന്നും ആരുമില്ല. എൻ്റെ അടുത്ത് പറയുന്നത് പൈസ ഇഷ്ടം പോലെ ഉണ്ട് ബ്രോ, എന്ത് ചെയ്യണം, എല്ലാം വാങ്ങിച്ചു, എല്ലാം ആയി, സന്തോഷിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബ്രോയുടെ വീഡിയോ കാണുമ്പോൾ ഇതാണ് എനിക്ക് ഇത്ര ഉണ്ടെങ്കിൽ നാട്ടിൽ വന്ന് രണ്ടുപേരെ മുമ്പ് ചെയ്യുന്നു ഡാൻസ് കളിക്കാൻ എനിക്ക് മടിയാണ്, ഇതാണ് കോൺഫിഡൻസ്, ഇത് പറ്റുന്നെങ്കിൽ അതാണ് പോലെ. എത്ര പേര് എനിക്ക് അയക്കാറുണ്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടി അയക്കുന്നവർ എനിക്ക് ഒരുപാട് പേരുണ്ട്. അവർ പറയും ഇതാണ് ലൈഫ്, നമ്മളെ ലൈഫ് എന്താണ് എൻജോയ് ചെയ്യുക, അത് എവിടെ നിന്നൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ പൊതുവെ മലയാളി ഇവർ ഈ സന്തോഷം മറ്റേ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ നാണക്കേട് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കാനാണെങ്കിലോ ഒരു ചിരിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വെളിയിൽ നടക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അവരുടെ കൈ പിടിച്ച് നടക്കാൻ തന്നെ മടി വിചാരിക്കുന്ന, നാണക്കേട് വിചാരിക്കുന്ന മറ്റവന് പറ്റാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഷോ എന്ന് പറയുന്നിട്ടില്ലേ, ഈ ഇവിടെ ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരെങ്കിലും ഐഫോൺ ഇരിക്കുന്നത്, അത് എന്തിനാന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആക്ച്വലി ഉപയോഗം എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഒന്നെങ്കിൽ എൻ്റെ ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈവസി സെറ്റിങ്സ് ഇതെല്ലാം വേണം. ആക്ച്വലി 1.5 ലക്ഷം രൂപ കൊടുത്ത് ഈ സാധനം മേടിക്കുന്നത് എന്തിനാ? ഈ ഫ്രണ്ട് ക്യാമറ എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് ഈ 3 ക്യാമറ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷോ ഇല്ലേ, 1.5 ലക്ഷം രൂപ കൊടുത്ത് ഷോ കാണിക്കാം. ഷോ കാണിക്കാം, അത് ഒരു ജോലി ഇല്ലാത്ത അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഐഫോൺ വാങ്ങുന്നതിന് തെറ്റില്ല, 1 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചാൽ ഗുണമാണ്. അപ്പോൾ ഈ പറയുന്ന 10,000 രൂപ ശമ്പളത്തിൽ 1 ലക്ഷം രൂപ മറ്റേ EMI ഇട്ട് ഈ പറയുന്ന ഒരു ഐഫോൺ എടുക്കുന്നത് കൊണ്ട് ഈ അതിൻ്റെ ഉപയോഗം എന്താണ്? ഇവർക്ക് ഞാൻ ചോദിക്കും എന്തിനാണ് ബ്രോ ഈ ഫോൺ എടുത്തത്? ഒരാൾ പറയാം എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഫോട്ടോ ഓക്കെ അതൊക്കെ. അപ്പം ഞാനിപ്പം പറയാം, അല്ലെങ്കിൽ എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഇത് ഗെയിം കളിക്കാൻ നല്ല സപ്പോർട്ടാണ്, ഓക്കെ. അങ്ങനെ ഞാൻ ഇന്നൊരു ആരും കേട്ടിട്ടില്ല. ഈ പറയുന്ന എല്ലാവരും ഐഫോൺ ഇതിലൊക്കെ ഷോ കാണിക്കാം. നമ്മൾ എന്തെങ്കിലും ഡാൻസ് ചെയ്യുമ്പോൾ ഈ ഷോ എന്ന് പറയാം, എനിക്കറിയാം ലക്ഷങ്ങളും അതും ഈ പറയുന്ന 12,000 രൂപ 20,000 രൂപ സാലറി ഉള്ളവനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഈ പറയുന്ന പോലെ വ്യൂവർഷിപ്പാണ്. അപ്പം ഒരു വീഡിയോയ്ക്ക് അത് ഇപ്പം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ശ്രീ നോക്കുന്നുണ്ടായിരിക്കും. അത് ഈ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് കുറവാണ്, അടുത്ത വീഡിയോസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. അപ്പം ഇത് ബെറ്റർ ആക്കണം എന്നല്ലെങ്കിൽ ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യാം? എല്ലാ വീഡിയോയിലും ഒരേ പാട്ടിൽ ഒരേ ഡാൻസ് കളിച്ചാൽ ആ വ്യൂസ് മാറത്തില്ലല്ലോ. ഇപ്പം നമ്മൾ വലിയ പ്രശ്നം. ഇപ്പം അറ്റ്ലീസ്റ്റ് 1 lakh മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമുക്കത് ഒബ്വിയസ്ലി പ്ലാനാണ് ഇന്ന് അടുത്ത വീഡിയോ. അത് കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ പോലും ആ ഒരു മനുഷ്യൻ്റെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, നല്ലതാക്കണം എന്നുള്ളത്. അപ്പം അതിനെന്താ ചെയ്യാറുള്ളത്? ഇല്ല, അതൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഉത്സവത്തിനാണ് കളിക്കുന്നത്, ഉത്സവത്തിന് സീസൺ. ഞാൻ പറയാം അങ്ങനെയല്ല. ഇപ്പോൾ ഉത്സവത്തിന് പോവാണ്, അവിടെ മെയിനായിട്ട് എന്തൊക്കെയുള്ളതെന്ന് പറയാം. ആന, കുതിര, ഫ്ലോട്ട്, ചെണ്ടമേളം, നാസിക് ധൂള്, കാവടി തുടങ്ങിയ സൈറ്റ്. അടുത്ത വർഷവും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്, വർഷങ്ങളായിട്ട് ഇത് തന്നെയുള്ള. അപ്പൊ അവിടെ അവിടെ മാറ്റങ്ങളില്ല. അടുത്തത് ഈ പറയുന്ന കണക്ക് പാട്ടുകൾ. ഞാൻ പറഞ്ഞില്ലേ ഈ ഏൽമുരുക എന്ന് പറയുന്ന പാട്ടില്ലാത്ത ഒരു പ്ലോട്ടും ഇല്ല വർഷങ്ങളായിട്ട്. അപ്പം ഒരു അമ്പലത്തിൽ ഒരു 3 ഗാനമേള ഉണ്ടെന്ന് വയ്ക്കാം. ഈ 3 ഗാനമേളയ്ക്ക് ഇവരിത് പാടും. അവിടെ ഒരു 50 ഫ്ലോട്ടാണെന്ന് വയ്ക്കാം. ഈ 50 എണ്ണത്തിലും ഇതിടും. അപ്പൊ ഇതിലൊന്നും വെറൈറ്റി ഇല്ല. പക്ഷെ ഞാൻ ചെന്നിട്ട് അത് വെറൈറ്റി കാര്യങ്ങളെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചു പോയി ചെയ്യണം. ഞാനത് ഒരിക്കലും അതിൽ താല്പര്യമില്ല. കാര്യം ഞാൻ പറയാം, ഞാൻ അവിടെ പോകുന്നത് എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എൻജോയ്മെന്റിന് വേണ്ടി ഇത് ഇപ്പോഴും ചില ആൾക്കാർ പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അല്ല, അവിടെ ചെല്ലുന്നു, ഇപ്പം ഇതായതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് ഇടുന്നു എന്ന് മാത്രം. നാളെ തൊട്ട് ഈ സോഷ്യൽ മീഡിയ എല്ലാം നിന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് സന്തോഷിക്കണ്ടേ? ഇപ്പം യൂഷ്വലി നമ്മളൊരു അത്യാവശ്യം ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സിന് മേലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറോട് സംസാരിക്കുന്ന പോലല്ല ശ്രീയുടെ അടുത്ത് സംസാരിക്കുന്നത്. ശ്രീ ജെന്യൂനായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ പലതായിരിക്കും, ഇഷ്ടം ഒന്നായിരിക്കും. പറഞ്ഞ പോലെ പല പല ആഗ്രഹങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഇല്ലല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളും ഇഷ്ടവും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റട്ടെ. ഈ പറയുന്ന നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്ന ആൾക്കാർ സൂപ്പറാണെന്ന് പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടാകട്ടെ. ഈ പറയുന്ന എപ്പോഴും പോസിറ്റീവ് കമൻറ്റ്സ് മാത്രം കിട്ടുന്ന കണ്ടന്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ് ലോട്ട്. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.